ഹലോ എല്ലാവർക്കും അഗീസ് ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ ഞങ്ങൾ മൂന്നാളും കൂടെ ഒന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് ഭയങ്കരമായിട്ട് ബോറടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ ഷോപ്പിൽ പോയി. ഞങ്ങൾ 2-3 ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, ഏട്ടൻ വന്നിട്ടും. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന്. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വൈകുന്നേരം വരെ മഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചെങ്കിൽ അല്ലിക്കുട്ടനെ കൊണ്ടൊന്ന് പാർക്കിൽ പോകാമെന്ന്. കാരണം ഇങ്ങനെ ബോറടിച്ചിരിക്കുകയല്ലേ വീട്ടിനകത്ത്. അപ്പോൾ അവനെയും കൊണ്ടൊന്ന് നമ്മുടെ ബിസ്മിയുടെ അടുത്തുള്ള NVO പാർക്കിലൊന്ന് പോകാൻ വിചാരിച്ചു. കാരണം കുറേ ആയില്ലേ പാർക്കിൽ പോയിട്ട്. പിന്നെ ആ പാർക്കൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് സെറ്റപ്പ് ചെയ്ത് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കേട്ടു. അപ്പോൾ വിചാരിച്ചു അവിടേക്കൊന്ന് പോകാമെന്ന്. കുറേ ആയി വിചാരിക്കുന്നു പോകാമെന്ന്. അല്ലുവിൻ്റെ ബർത്ത്ഡേ തൊട്ട് വിചാരിക്കുക പോകാമെന്ന്. പക്ഷേ നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഏട്ടനോട് വന്നപ്പോൾ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങളത് പോവാണ്. അപ്പം നേരെ ആദ്യം ഷോപ്പിൽ പോയിട്ട് എന്താ പറയുക, അവിടെ ഒരു ഇത് കൊടുക്കാനുണ്ടായിരുന്നു. അത് കൊടുത്തിട്ട് ഞങ്ങളിതാ നേരെ ബിസ്മിൻ്റെ അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ പാർക്ക് നല്ല അടിപൊളിയായിട്ട് സെറ്റപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ട്. ഒരുപാട് സെക്ഷൻസ് ആക്കിയിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്കും പിന്നെ കുറച്ച് വലിയ കുട്ടികൾക്കും ഒക്കെ വേറെ വേറെ സെക്ഷൻ ആക്കിയിട്ടുണ്ട്. ഫാമിലിക്കും ഒക്കെ കയറാം. അതുപോലെ ടിക്കറ്റിൻ്റെ റേറ്റും കുറച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുമ്പ് കുട്ടിക്കും അമ്മയ്ക്കും കൂടെ 70 രൂപയായിരുന്നു. ഇപ്പം 100 രൂപയാക്കി. പിന്നെ ആ ഒരു പ്രത്യേക സെക്ഷനിൽ കുട്ടികൾക്കുള്ളിൽ കയറാൻ വേണ്ടിയിട്ട് പിന്നെയും 30 രൂപ ഓരോരുത്തർക്ക്. അങ്ങനെ മൊത്തം ഞങ്ങൾക്ക് മൂന്നാൾക്കും കൂടെ 170 രൂപയായി കേട്ടോ ടിക്കറ്റിന്. അങ്ങനെ താലുക്കുട്ടൻ ഓടിച്ചാടി കയറിപ്പോയി ഓരോരോ റൈഡുകളിൽ ഒക്കെ. നോർമലി അവൻ വന്നാൽ വെറും ആ ഒരു ബോൾ പിറ്റിലാണ് കിടക്കാറ്. പക്ഷേ ഇന്ന് വന്ന പൈസയ്ക്ക് അവൻ മുതലാക്കിയിട്ടുണ്ട്. കാരണം എന്താ പറയുക, ഒരുവിധം എല്ലാ റൈഡിലും കയറി കേട്ടോ. എല്ലാ സംഭവത്തിലും കയറി അടിപൊളിയായിട്ട് അവൻ ഒരുപാട് ഹാപ്പിയായി. ഒരു 1 മണിക്കൂറോളം തന്നെ അവനവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ചെയ്തത്. അപ്പോൾ ഇന്ന് തിരിച്ചു പോകുമ്പോൾ വലിയ കരച്ചിലും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. സോ നോർമലി അവൻ പോകുമ്പോൾ കരഞ്ഞിട്ടൊക്കെയാണ് പോവാറ്. പക്ഷേ ഇന്നൊരു കരച്ചിലുണ്ടായിരുന്നില്ല. കാരണം അവൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാം കളിച്ചു. കാരണം കുറേ നാളിന് ശേഷം ഇങ്ങനെ പുറത്തിറങ്ങുന്ന കുട്ടികളെ കാണുന്നത്, പിന്നെ ഭയങ്കര കളർഫുള്ളായിട്ട്, മഴയൊന്നുമില്ല, മൊത്തത്തിൽ നല്ല വൈബായിരുന്നു കേട്ടോ. അങ്ങനെ അവൻ എന്താ ഭയങ്കര കൺഫ്യൂസ്ഡാണ്. എന്തിൽ കയറണം, ഏത് റൈഡിൽ കയറണം, കളിക്കണം എന്നൊക്കെ നോക്കിയിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡായിരുന്നു. എന്നാലും അവൻ എല്ലാത്തിലും കയറി കേട്ടോ. ഒരുവിധം എല്ലാത്തിലും കയറി. ആ ഒരു ബലൂണിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതിൽ മാത്രം ഞങ്ങൾ കയറ്റിയില്ല. കാരണം എന്താ പറയുക, അതിൽ കയറിപ്പോയാൽ ഇനി തിരിച്ചിറങ്ങി വരാൻ പറ്റില്ല, നമുക്കും കയറിപ്പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതിൽ കുടുങ്ങി പോകണമെന്ന് വിചാരിച്ചിട്ട് അതിൽ മാത്രം കയറ്റിയില്ല. ബാക്കി അതിലവൻ കുറേ ചോദിച്ചു കേട്ടോ കയറ്റുമെന്ന്. ഞാൻ കയറ്റി വിട്ടില്ല, ഹൈറ്റ് ആയതുകൊണ്ട് അവനെ എടുത്ത് വെക്കണമല്ലോ. അത് ഒഴിച്ചിട്ട് ബാക്കി ഒരുവിധം എല്ലാത്തിലും അവൻ കയറി. അവൻ ഭയങ്കര ഹാപ്പിയായിട്ട് കളിച്ചു. ഇതാ ഓരോരോ റൈഡിൽ കയറി ഒക്കെ സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു എന്താ പറയുക, അവൻ്റെ പ്ലേയിങ് വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ വേറെ ഇട്ടിട്ടുണ്ട്. കാരണം എനിക്കത് ഭയങ്കര ഇഷ്ടമായി. അവൻ കളിക്കുന്നതൊക്കെ കാണാൻ വേണ്ടി, അവൻ്റെ എന്താ പറയുക, കുട്ടിക്കാലത്തൊരു മെമ്മറി ആയിട്ട് ഞാൻ അത് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പ്ലേയിങ് വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെൻ്റെ ചാനലിൽ കയറി എല്ലാവരും ഒന്ന് കാണണേ. അപ്പോൾ അതായത് കണ്ടോ, ഇങ്ങനെ എന്താ പറയുക, ഓരോ കുട്ടികളെയൊക്കെ കാണുമ്പോൾ അവന് ഭയങ്കര ഹാപ്പി ആയിട്ടോ. നോർമലി വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് അവന് പുറത്ത് കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഓരോരുത്തരോടും പറഞ്ഞു വാ കളിക്കാം, കമോൺ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഊഞ്ഞാലിലും കുറേ നേരം ആടി. ഭയങ്കര ഇഷ്ടമായി. നമ്മളെ വീട്ടിലത്തെ ഊഞ്ഞാലിൽ അധികം അങ്ങനെ ആടാറില്ല. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായതുകൊണ്ട് അവൻ ആടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാത്തിലും ഓടിച്ചാടി കളിച്ച് ഭയങ്കര ടയേർഡായി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇനി ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്മൂച്ചോയിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ പറയുക, സ്മൂച്ചോ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ തിരിച്ചു പോകുമ്പം അവിടെ കയറാമെന്ന് വിചാരിച്ചു. പക്ഷെ തിരിച്ചു പോകുന്ന വഴിക്ക് നമുക്ക് എന്താ പറയുക, അവിടെ തുറന്നില്ല. ഇന്ന് മേ ബി സൺഡേ ആയതുകൊണ്ടാണോ മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല. കാരണം കുഞ്ഞു കടയാണല്ലോ. അപ്പോൾ മഴ ആയതുകൊണ്ട് തുറക്കാത്തതാണോ ഒന്നും അറിയില്ല. അതുകൊണ്ട് അവിടെ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആ പ്ലാൻ പൊളിഞ്ഞു കേട്ടോ. അപ്പോൾ അല്ലുക്കുട്ടി എന്താ ഭയങ്കര ടയേർഡായി. ഹാപ്പിയാണോ ചോദിച്ചപ്പോൾ ക്ലാപ്പ് ചെയ്യുന്നുണ്ടോ. അവൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ചോക്ലേറ്റോ ഐസ്ക്രീമൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. പക്ഷെ എന്താ ചെയ്യുക, സ്മൂച്ചിലേക്ക് പോയിട്ടൊന്നും കിട്ടിയില്ല, തുറന്നില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു എന്തായാലും വന്നതല്ലേ, നമ്മുടെ മാർക്കറ്റ് സിറ്റി മാളിൽ പോയി ഫുഡ് കോർട്ടിലൊന്ന് പോയി കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ സ്ഥിരം എന്താ പറയുക ബോബ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഹേസൽനട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അല്ലുകൂട്ടന് എഗ്ഗ് വേണമെന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമ്മളൊരു ചോക്കോ കിഡ് മേടിച്ചു. അതിൻ്റെ ഒപ്പം എഗ്ഗ് കിട്ടി. അതിനകത്ത് ഇറേസറും പെൻസിലും ഷാർപ്നറും പിന്നെ നെയിം സ്ലിപ്പും ഒക്കെ ആയിരുന്നു കേട്ടോ. മൗസീൻ്റെ ഉണ്ടായിരുന്നത് എൻ്റെ ഇത് വന്നു,
ബോബ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഏട്ടനൊരു ബക്കറ്റ് ഷവർമയാണ് പറഞ്ഞത്. ബക്കറ്റ് ഷവർമ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ബക്കറ്റിലൊക്കെ ആയിരിക്കും കിട്ടുകയെന്ന്. പക്ഷെ അത് ഭയങ്കര പറ്റിപ്പായിരുന്നു കേട്ടോ. ആ ഒരു ടബിൻ്റെ പകുതിയോളം ക്യാബേജായിരുന്നു. അതിൻ്റെ മുകളിലേക്ക് മാത്രം കുറച്ച് ചിക്കനും ഫ്രൈഡ് പൊട്ടറ്റോസും ആയിരുന്നു കേട്ടോ. ടേസ്റ്റും വലിയ രസമൊന്നുമില്ല, ആവറേജ് ആയിരുന്നു. അത് അൽമാസ് എന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എന്താ പറയുക, മൗസീന്ന് എന്താ പറയുക, ഈ ചോക്കോ കിഡും പിന്നെ ഒരു ചീസി ചിക്കൻ ബേക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങൾ കുറേ ആയി കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് വീണ്ടും ഒന്ന് കഴിച്ച് ഏട്ടനും ട്രൈ ചെയ്ത് നോക്കി. ഏട്ടന് എന്താ പറയുക, ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെയൊക്കെ കഴിച്ച് ഞങ്ങളത് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോരുകയാണ്. അപ്പോൾ നല്ല ക്ലൈമറ്റാണ് കേട്ടോ, കാരണം സന്ധ്യയായി, മഴയും വരുന്നുണ്ട്, വെളിച്ചമുണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അലുകൂട്ട് എന്താ ടോയ്സൊക്കെ എടുത്ത് കളിച്ചു. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഉണർന്ന് ടോയ്സൊക്കെ കളിച്ചു. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അവന് ഏട്ടൻ കൊണ്ടുവന്ന ടോയ്സൊക്കെ നമ്മൾ ബാറ്ററി ഇല്ലായിരുന്നു ഒന്നിലും. അപ്പോൾ അതൊക്കെ ബാറ്ററിയൊക്കെ ഇട്ട് വരുന്ന വഴിക്ക് ബാറ്ററി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാറ്ററിയൊക്കെ ഇട്ട് സെറ്റാക്കുമായിരുന്നു. എന്നിട്ട് അതൊക്കെ ഇങ്ങനെ എൻ്റെ ലൈറ്റും പാട്ടും ഒക്കെ കണ്ടിട്ട് അവൻ ഭയങ്കര കളിയും കാര്യങ്ങളായിരുന്നു. അങ്ങനെ തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു. ഏട്ടൻ ഓരോന്നായിട്ട് ബാറ്ററിയൊക്കെ ഇട്ട് സെറ്റാക്കി കൊടുക്കുകയാണ് കേട്ടോ. ഓരോന്ന് ഫിറ്റ് ചെയ്തിട്ട് ഇനി ചെവി തല കേൾക്കാൻ പറ്റത്തില്ല, കാരണം അമ്മ ഒരു സൗണ്ടാണ് കേട്ടോ എല്ലാത്തിനും കൂടെ. എല്ലാം ഓണാക്കി വെച്ചിട്ട് ഇതായിട്ടിട്ടുണ്ട്. പിന്നെ ഇതൊരു ബബിൾ ഷൂട്ടറാണ്. അങ്ങനെ മൊത്തത്തിൽ കളിയും ബഹളമൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഷൂട്ടൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതൊരു ചെറിയൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്താ പറയുക, ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അമ്മ പിന്നെ ചെടി നനയ്ക്കാൻ പോയി. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം. അടുത്ത വീഡിയോ കാണാം കേട്ടോ. ചാച്ചാ ബൈ.